നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നു. ചൂടിന് നേരിയ ആശ്വാസമായെങ്കിലും വിവിധയിടങ്ങളിൽ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ വ്യാഴാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന പ്രവചനത്തിന് പിന്നാലെ ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മെയ് 2 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. മഴ ലഭിച്ചു തുടങ്ങിയതോടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന കടുത്ത ചൂടിന് നേരിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിൽ ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. വ്യാപാര സ്ഥാപനങ്ങളുടെ മേൽക്കൂരകൾ കാറ്റിൽ പറന്നുപോയി. മലയോര മേഖലകളിൽ വ്യാപകമായ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ശനിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുള്ളതിനാൽ മലയോര മേഖലകളിലൂടെ യാത്ര ചെയ്യുന്നവർ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ സജ്ജമാണെന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയിൽ അല്പം ആശ്വാസം. വൈദ്യുതി ഉപഭോഗം കുറഞ്ഞതോടെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി. കടുത്ത ചൂടിൽ വെന്തുരുകിയ കേരളത്തിന് ആശ്വാസമായി മഴയെത്തിയതോടെ വൈദ്യുതി പ്രതിസന്ധിക്കും താൽക്കാലിക ശമനം. ബുധനാഴ്ച സംസ്ഥാനത്ത് ഒരിടത്തും വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നില്ലെന്ന് KCB അറിയിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി പീക്ക് അവറിൽ ഏർപ്പെടുത്തിയിരുന്ന ലോഡ് ഷെഡിംഗ് ആണ് ഇതോടെ ഒഴിവായത്. പ്രകൃതി ചതിച്ചതിനാലാണ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വന്നതെന്നായിരുന്നു വൈദ്യുതി മന്ത്രിയുടെ വിശദീകരണം. എന്നാൽ 10 വർഷത്തെ വികസന അവകാശവാദങ്ങളുടെ ഫ്യൂസ് ഊരിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണം പ്രഖ്യാപിച്ചത്. പ്രസരണ ശൃംഖലയുടെ സുരക്ഷ മുൻനിർത്തി നിയന്ത്രണം അനിവാര്യമാണെന്ന് ഊർജ്ജ സെക്രട്ടറി പങ്കെടുത്ത യോഗം വിലയിരുത്തിയിരുന്നു. നിലവിൽ വൈദ്യുതി ഉപഭോഗം കുറഞ്ഞതും കൂടംകുളം നിലയത്തിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി ലഭിച്ചു തുടങ്ങിയതും KCBക്ക് ആശ്വാസമായിട്ടുണ്ട്. അതേസമയം ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പിന്നിൽ ഡാം മാനേജ്മെന്റിലെ വീഴ്ചയാണെന്ന ആരോപണവും ശക്തമാണ്. കഴിഞ്ഞ 3 വർഷവും ഡാമുകളിൽ ഉയർന്ന തോതിൽ വെള്ളമെത്തിയിട്ടും അത് ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ KCB പരാജയപ്പെട്ടെന്നാണ് സൂചന. വരും ദിവസങ്ങളിലും മഴ തുടർന്നാൽ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനാണ് അധികൃതരുടെ തീരുമാനം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസത്തെ താഴ്ന്ന നിലവാരത്തിൽ നിന്ന് വില അല്പമുയർന്നത് ഉപഭോക്താക്കൾക്കിടയിൽ ചർച്ചയാകുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് പ്രാദേശിക വിപണിയിലും പ്രതിഫലിക്കുന്നത്. കേരളത്തിൽ വ്യാഴാഴ്ച 1 പവൻ സ്വർണത്തിന് 160 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ 22 ക്യാരറ്റ് 1 പവൻ സ്വർണത്തിന്റെ വില 1,16,480 രൂപയായി. ബുധനാഴ്ച വൈകിട്ട് 1 പവൻ സ്വർണത്തിന്റെ വില 1,16,320 രൂപയായിരുന്നു. എങ്കിലും കഴിഞ്ഞ ദിവസം രാവിലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ നേരിയ കുറവാണ് നിലവിലുള്ളത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയത് അക്ഷയ തൃതീയ ദിനമായ ഏപ്രിൽ 19-നായിരുന്നു. അന്ന് ഗ്രാമിന് വില വർധനവുണ്ടാവുകയും പവൻ വില 1,14,240 രൂപയിലേക്ക് ഉയരുകയും ചെയ്തിരുന്നു. ആ റെക്കോർഡ് വിലയിൽ നിന്ന് നോക്കുമ്പോൾ നിലവിൽ 4,000 രൂപയോളം പവന് കുറവുണ്ട് എന്നത് ആശ്വാസകരമാണ്. വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ തുടരാനാണ് സാധ്യതയെന്ന് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മെഡിസെപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പരാതികൾക്കും അപാകതകൾക്കും അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു ജോയിന്റ് കൗൺസിലിന്റെ പ്രതിഷേധ മാർച്ച് സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ VV ഹാപ്പി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് TG സുബിൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി P ധനുഷ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ R ഹരീഷ് കുമാർ, VJ മേളി, സംസ്ഥാന കമ്മിറ്റി അംഗം AM നൌഷാദി എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ CV ശ്രീനിവാസൻ, TG വിജിമോൾ, സായുജ് കൃഷ്ണൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV പ്രസാദ്, വനിതാ കമ്മിറ്റി സെക്രട്ടറി PN നിത, പ്രസിഡന്റ് കവിത വേണുഗോപാൽ, അയ്യന്തോൾ മേഖലാ സെക്രട്ടറി നിതിൻ O ചന്ദ്രൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ജില്ലയിലെ 11 മേഖലകളിൽ നിന്നായി 300ഓളം ജീവനക്കാരാണ് മാർച്ചിൽ അണിനിരന്നത്. കാലാവസ്ഥ.
കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,810 രൂപയും പവന് 1,16,480 രൂപയും രേഖപ്പെടുത്തി. നന്ദിപുലം കവലക്കാട്ട് കുറിച്ചിപ്പറമ്പിൽ ലോനമകൻ ബെന്നി അന്തരിച്ചു. 54 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4-ന് നോർത്ത് നന്ദിപുലം സെന്റ് മേരീസ് ദേവാലയ പള്ളിയിൽ. ഷൈനിയാണ് ഭാര്യ. സ്നേഹ, സെൽമ, സോന എന്നിവർ മക്കളും റോണിറ്റ്, തോമസ് എന്നിവർ മരുമക്കളുമാണ്. മണ്ണമ്പേട്ട കല്ലിങ്ങൽ തോമസ് മകൻ ഈനാഷു അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മേഴ്സിയാണ് ഭാര്യ. സ്മിത, സ്മിനി എന്നിവർ മക്കളും ഷിബു മരുമകരുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.